ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂബ് മാസ്റ്റർ അരുൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ക്യൂബ് സോൾവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ ക്യൂബ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അൽഗോരിതമായി ചില മൂവ്സ് കാണിക്കും. അത് ലെറ്റേഴ്സിലായിരിക്കും ഞാൻ കാണിക്കണത്. അപ്പോൾ ഞാനത് പറയാം എങ്ങനെയാണ്. ആർ എന്ന് ഞാൻ കാണിക്കുമ്പോൾ ഇതുപോലെയാണ് ക്യൂബ് മൂവ്മെൻറ്റ്. ആർ പ്രൈം എന്ന് പറയുമ്പോൾ ഇങ്ങനെയും, യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും, യു പ്രൈം എന്ന് പറയുമ്പോൾ ഇങ്ങനെയും, എൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയും, എൽ പ്രൈം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും. എഫ് എന്ന് പറയുകയാണെങ്കിൽ ഈ മൂവാണ്, എഫ് പ്രൈം എന്ന് പറയുകയാണെങ്കിൽ ഈ മൂവാണ് ചെയ്യേണ്ടത്. ഈ മൂവ്സൊക്കെയാണ് നമ്മൾക്ക് ഒരു ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ മെത്തേഡിനെ പറയുന്ന ബിഗിനേഴ്സ് മെത്തേഡ് എന്നാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ബിഗിനേഴ്സ് മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ, ഈ യെല്ലോനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഇവിടെയും ഈ 4 ഭാഗങ്ങളിലായി വൈറ്റിനെ കൊണ്ടുവരിക. ബാക്കി 4 ഭാഗം നോക്കണ്ട, ഈ 4 ഭാഗത്തായിട്ട് മാത്രം വൈറ്റിനെ കൊണ്ടുവരിക. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ആ വൈറ്റിനെ ഇങ്ങനെ ആക്കുവാണെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് വരും. പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിനെ ഇങ്ങോട്ടേക്ക് ആക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് ഫില്ലായി കിടക്കുക. അപ്പോൾ ഈ വൈറ്റിനെ ഇങ്ങോട്ടേക്ക് ആക്കിയാൽ ഇവിടെയും വൈറ്റ് ഫില്ലാവും. പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിനെ ഈ മൂവ് ചെയ്യുക, പിന്നെ ഈ മൂവ് ചെയ്യുമ്പോൾ ഇവിടെയും വൈറ്റ് വരും. പിന്നെ ഒരു വൈറ്റും കൂടെ ആവശ്യമുണ്ട്, അത് ഇവിടെ ഉണ്ട്. ഈ വൈറ്റിനെ ഇങ്ങോട്ടേക്കാക്കാൻ കഴിയില്ല, കാരണം ഇവിടെ ഓൾറെഡി ഒരു വൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇത് ചെയ്യുക. അപ്പോൾ ഈ 4 ഭാഗത്ത് നമുക്ക് വൈറ്റ് ഫില്ലായി കിട്ടും. ഇതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നുമില്ല, ഇത് നമ്മൾ തന്നെ കഴിവോടെ ചെയ്യേണ്ട കാര്യം. പിന്നെ അടുത്തതായിട്ട് ഇവിടെ കിടക്കുന്ന 4 വൈറ്റിനെ ഈ വൈറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഒരു പ്ലസ് സൈൻ പോലെ വരുത്തേണ്ടതാണ്. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, ഓരോരോ വൈറ്റിൻ്റെ കൂടെ തന്നെ വേറൊരു കളർ അതിൻ്റെ താഴെയായിട്ട് ഉണ്ടാവും. ഈ വൈറ്റിൻ്റെ താഴെ ഗ്രീൻ, ഈ വൈറ്റിൻ്റെ താഴെ ഓറഞ്ച്, ഈ വൈറ്റിൻ്റെ താഴെ റെഡ്, ഈ വൈറ്റിൻ്റെ താഴെ ബ്ലൂ. അപ്പോൾ ഈ വൈറ്റിൻ്റെ താഴെയുള്ള റെഡിനെ ഫേസ് ചെയ്തുകൊണ്ട് റെഡിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ഇവിടെയാണ് റെഡിൻ്റെ സെൻറ്റർ. അപ്പോൾ ഈ റെഡിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക. ഇത് ഇങ്ങനെ ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ഷേപ്പിൽ കൊണ്ടുവരിക, ഈ ലൈൻ. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എഫ് എന്ന മൂവ് 2 തവണ ചെയ്യുക, F2. അപ്പോൾ ഇവിടെ ഈ വൈറ്റ് ഫില്ലാവും. പിന്നെ അടുത്ത വൈറ്റിൻ്റെ താഴെയുള്ള കളർ ഏതാണെന്ന് നോക്കുക, ബ്ലൂ. അപ്പോൾ ഈ ഓൾറെഡി ബ്ലൂവിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ ഇത് 2 ഓക്കെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും F2 ചെയ്യുക. പിന്നെ അടുത്ത വൈറ്റിൻ്റെ നോക്കുക. അടുത്തത് വൈറ്റിൻ്റെ കൂടെയുള്ള കളർ ഗ്രീനാണ്, ഗ്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക ഇതുപോലെ. അപ്പോൾ ഇവിടെ ഓക്കെ ആയി. പിന്നെ F2. ഇപ്പോൾ ഈ 3 ഭാഗങ്ങളിൽ കറക്റ്റായി. ഇനി ലാസ്റ്റ് ഒരു കട്ട മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നിൽക്കുന്ന കളറ് ഓറഞ്ചാണ്. അപ്പോൾ അതിന് ഓറഞ്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, F2. ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു പ്ലസ് സൈൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ക്യൂബ് സോൾവ് ചെയ്യുമ്പോഴുള്ള അടുത്ത സ്റ്റെപ്പ്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബാക്കി ഈ 3 ഭാഗങ്ങളിൽ വൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ആ 3 ഭാഗങ്ങളിൽ ബാക്കിയുള്ള വൈറ്റിനെ കൊണ്ടുവന്ന് ഈ വൈറ്റ് ഭാഗം ഫുൾ സോൾവ് ചെയ്യാനാണ്. പക്ഷേ ചില കേസുകളിൽ ഇവിടെയും വൈറ്റ് കിട്ടില്ല. നമുക്ക് മെയിൻലി പ്ലസ് സൈൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ഈ മിസ്സിങ് ആയ 3 വൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന കളർ ഏതാണെന്ന് നോക്കുക, ആ കട്ടയിലാണ് ബ്ലൂ. ഈ കട്ടയിൽ 3 കളറാണ് ഓവറോൾ, വൈറ്റ്, ബ്ലൂ, റെഡ്. അതിനകത്ത് വൈറ്റ് നിൽക്കുന്ന അതേ ലെയറിൽ നിൽക്കുന്ന കളർ ഏതാണെന്നാണ് നോക്കണ്ടേ, അത് ബ്ലൂ ആണ്. കാരണം വൈറ്റിൻ്റെ ഈ ലെയറിൻ്റെ മേളിലത്തെ ലെയറിലാണ് ഈ റെഡ് നിൽക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ ഈ ബ്ലൂ കളറിൻ്റെ
ഇവിടെ ബ്ലൂ കളർ ആയതുകൊണ്ട് ബ്ലൂവിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. അതാണ്ട് ഇവിടെയാണല്ലോ ബ്ലൂവിൻ്റെ സെൻറ്ററുള്ള. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു അൽഗോരിതം ചെയ്യും. RUR'. ഇപ്പോൾ ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഈ വൈറ്റിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഈ ഒരു ലെയറിനെ പൊക്കുക. അപ്പോൾ നമ്മളിവിടെ വെച്ചിരുന്ന ആ വൈറ്റിൻ്റെ കട്ട ഇവിടെ എത്തിയിട്ടുണ്ട്. U എന്ന് ചെയ്യുമ്പോൾ കണ്ടേ ഇവിടെ നമ്മൾ വരുത്താനായി ഇരുന്ന വൈറ്റ് കട്ട് ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ R', അത് ചെയ്യുമ്പോഴത്തേക്കും ഈ ഭാഗം സോൾഡ് ആയി. അതിനോടൊപ്പം തന്നെ ആ ബ്ലൂവും റെഡ് കട്ടയും അവരോടുള്ള സെൻറ്ററിൽ മാച്ചുമായിട്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെയാണ് ഒരു വൈറ്റ് ഉള്ളത്. ഈ വൈറ്റ് മേളിലായിട്ടായിരിക്കണം. അതിനെ നമ്മൾ ഈ ലെയറിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അതിനായി ഒരു മെത്തേഡുണ്ട്, ഒരു അൽഗോരിതം ഞാൻ കാണിച്ചു തരാം. RUR'. അപ്പോൾ ഇതിപ്പോൾ താഴേക്കായി. ഇതിൻ്റെ നേരെ അതേ ലെയറിൽ വരുന്ന അടുത്ത കളർ ഏതാണെന്ന് നോക്കുക. അത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ഓൾറെഡി ഗ്രീനിൻ്റെ സെൻറ്ററിലാണ് അതിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ അതേ അൽഗോരിതം ചെയ്യുക. RUR'. ഇപ്പോൾ ഇവിടെ നേരത്തെ ഈ ഭാഗത്ത് വൈറ്റിലായിരുന്നു. ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്തിയിട്ട് ഇത് ഈ ഭാഗത്തേക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ വൈറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ ഭാഗം സോൾഡായി. ഇനി നെക്സ്റ്റ് ഈ കട്ടയാണ്. ഇവിടെ വൈറ്റ് ഉണ്ട്. ഈ വൈറ്റിൻ്റെ നേരെ ലെയറിൽ വരുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. നമ്മൾ നേരത്തെ RUR' ആയിരുന്നു ചെയ്തത്. പക്ഷേ ആ ടൈമിൽ വൈറ്റ് കട്ട് ഇവിടെയും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ കളർ ഇവിടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചാണ്. നമ്മൾക്ക് വേണ്ട സെൻറ്ററിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അൽഗോരിതം ഇതിൻ്റെ ലെഫ്റ്റ് വെർഷൻ അൽഗോരിതമാണ് ചെയ്യേണ്ടത്. അത് LUL'. നമ്മൾ നേരത്തെ RUR' ആയിരുന്നു ഇത്. ഇപ്പോൾ അതിൻ്റെ നേരെ തിരിച്ച് LUL'. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് L ചെയ്യുമ്പോൾ വൈറ്റ് ഇവിടെ എത്തും. പിന്നെ U ചെയ്യുമ്പോൾ വൈറ്റ് ഈ ഭാഗത്തേക്ക് വരും. L' ചെയ്യുമ്പോൾ വൈറ്റ് സെൻറ്ററായ ഭാഗത്തുള്ള അടുത്ത ഘട്ട സോൾവ് ആയി കിട്ടും. ഇനി ലാസ്റ്റ് ഒരു ഭാഗം കൂടെയാണ് വൈറ്റ് സോൾവ് ചെയ്യാനുള്ളത്. ആ വൈറ്റ് ഇവിടെയുണ്ട്. ഈ വൈറ്റും മേളിലത്തെ ലെയറിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ലെയറിലേക്ക് അതിനെ കൊണ്ടുവരണം. അതിനായി RUR'. ഇപ്പോൾ ആ ലെയറിലേക്ക് എത്തി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മേളിലേക്ക് ഉള്ള കട്ട വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മൾ അതിനെ നേരെ തിരിച്ചായിരിക്കും ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ RUR' ചെയ്തിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ LUL' ചെയ്യുന്ന പോലെ ഇതിൻ്റെ നേരെ ലെഫ്റ്റ് വെർഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. LU2L'. അപ്പോൾ ഈ ലെയറിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കളർ ഏതാണെന്ന് നോക്കുക. അത് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ സെൻറ്ററിലേക്ക് വരുത്തുക. ഓറഞ്ചിൻ്റെ സെൻറ്ററിലാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞ അതേ അൽഗോരിതം ഇത് റൈറ്റിലേക്കാണ്. ഈ സെൻറ്ററിൻ്റെ റൈറ്റിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ RUR'. ഇപ്പോൾ വൈറ്റ് മുഴുവൻ സോൾവ് ആയി കിട്ടി. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ നമുക്ക് കിട്ടി. ഇതിൻ്റെ മേളിലുള്ള ഓരോരോ ലെയറിലും ഒരു T ഷേപ്പ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. T ഷേപ്പ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് ഇനി എന്തെന്ന് വെച്ചാൽ ഈ T ഷേപ്പിനോടൊപ്പം തന്നെ ഈ സെക്കൻഡ് ഈ ലെയർ ഫുള്ളായിട്ട് നമ്മൾ സോൾവ് ചെയ്യണം. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അതിനായി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോരോ സെൻറ്ററുകളുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക.
റെഡിൻ്റെ റൈറ്റ് ഭാഗത്തായിട്ടാണ് ഗ്രീൻ ഇരിക്കുന്നത്, റെഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായി ബ്ലൂവും റെഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഓറഞ്ചും. പിന്നെ ഈ മേളിൽ ഉള്ള കുറച്ച് കട്ടുകളുണ്ട്, ഈ ഓരോരോ ലെയറിൻ്റെ സെൻട്രലായിട്ടിരിക്കുന്നത്. അതെ, ഇവിടെ ഒരു സെൻട്രലായിട്ട് ഒരു റെഡും ഗ്രീനും അതിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഒരു കട്ട ഇരിക്കുന്നുണ്ട്, ഒരു പീസ് ഇരിക്കുന്നുണ്ട്. ആ പീസിൻ്റെ ഈ ലെയറിൽ, ഈ തേർഡ് ലെയറിലായിട്ടിരിക്കുന്ന റെഡ് പീസാണ്. ഈ റെഡ് പീസിനെ റെഡ് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക, ഇതുപോലെ ഒരു കംപ്ലീറ്റ് ടീ ഷേപ്പ് വരും. എന്നിട്ട് ഈ റെഡിന് മേളിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. റെഡിന് മേളിൽ ഗ്രീനാണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ റെഡിൻ്റെ ലെഫ്റ്റിലായിട്ടായിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെയും 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 ഒരേ കളർ നമ്മൾക്ക് കിട്ടും. അതിനായി ഒരു അൽഗോരിതം ചെയ്യണം. യു പ്രൈം ആർ പ്രൈം യു പ്രൈം എഫ് പ്രൈം യു എഫ്. ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തായിട്ട് റെഡും ഗ്രീനും സോൾവ് ആയി കിട്ടിയിരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമ്മൾ സോൾവ് ചെയ്യണം. അടുത്തതായിട്ട് ഓരോരോ ഈ ലെയറിൽ ഓരോരോ സെൻറ്ററിൽ നോക്കുക. ഈ സെൻറ്ററിലില്ല, ഒരു സെൻറ്ററിലും ഇല്ല. പക്ഷേ ഈ സെൻറ്ററിൽ വരാത്ത, ഈ ഓരോരോ തേർഡ് ലെയറിൽ ഓരോരോ സെൻറ്ററിലും വരാത്ത കേസുകളിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതാണ്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് വരേണ്ട ലെയർ ഇവിടെയാണ് വന്നേക്കണം. ഇതിനെ നമ്മൾ പുറത്തേക്കാക്കി ഈ ലെയറിലേക്ക് കൊണ്ടുവരണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ബ്ലൂവും ഓറഞ്ചും അല്ലേ, ഈ ബ്ലൂ ഓറഞ്ചിൽ വെച്ച് ഇതിനെ മേളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതാണ്ടേ ഈ ബ്ലൂ എടുത്തിട്ട് ബ്ലൂവിൻ്റെ സെൻറ്ററിലേക്ക് വെക്കുക. എന്നിട്ട് ഒരു അൽഗോരിതം ചെയ്യുക. യു പ്രൈം എൽ യു എൽ പ്രൈം യു എഫ് യു പ്രൈം എഫ് പ്രൈം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്ട് നമ്മൾ ആദ്യം ഇവിടെ വെച്ചിരുന്ന ആ ബ്ലൂ കളർ പീസ് ഇവിടെ വരും. പക്ഷേ ഇവിടെ ഓറഞ്ച് കളർ പീസ് ഉണ്ടാവില്ല, പകരം ബ്ലൂ ആയിരിക്കും. നമ്മൾ നേരത്തെ ഇവിടെ കണ്ട പീസ് ഇതാണ്ട് ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതാണ്ട് ഇത് കണ്ടോ, ഓറഞ്ചിൻ്റെയും ഗ്രീൻ്റെയും കോമ്പിനേഷൻ വരുന്ന പീസ്. ഇതിന് നമ്മൾ ഇപ്പോൾ ഓറഞ്ചാണല്ലോ ഈ ലെയറിൽ ഇരിക്കുന്നത്, ആ ഓറഞ്ചിനെ ഓറഞ്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മൾ നേരത്തെ ഇതിനെ പുറത്തെടുക്കാൻ യൂസ് ചെയ്ത അതേ അൽഗോരിതം ചെയ്യുക. ഇത് ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോൾ ഈ അൽഗോരിതം, റൈറ്റിലേക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അൽഗോരിതമാണ് ചെയ്യേണ്ടത്. ഇത് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അൽഗോരിതം യു പ്രൈം എൽ യു എൽ പ്രൈം യു എഫ് യു പ്രൈം എഫ് പ്രൈം. ഇപ്പോൾ വേണ്ടേ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാൻ വെച്ച് ലെയറും സോൾവ് ആയി കിട്ടി. ഇനി അടുത്തതായിട്ട് ഇതുപോലെ തന്നെ അടുത്തതും സോൾവ് ചെയ്യുക. വേണ്ടേ ഇവിടെ റെഡും ബ്ലൂവും കോമ്പിനേഷനുള്ള പീസാണുള്ളത്. ഇതിന് ഈ ലെയറിലിരിക്കുന്നത് റെഡ് ആയതുകൊണ്ട് റെഡിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ ഒരു കംപ്ലീറ്റ് ഈ ഷേപ്പ് കിട്ടുന്ന പോലെ. എന്നിട്ട് ലെഫ്റ്റ് വെർഷൻ, ഇത് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ അവസാനമായിട്ട് ചെയ്ത അതേ അൽഗോരിതം യു പ്രൈം എൽ യു എൽ പ്രൈം യു എഫ് യു പ്രൈം എഫ് പ്രൈം. ഇപ്പോൾ ഇതാണ്ടേ ഇവിടെയും സോൾവ് ആയി. അതുപോലെ തന്നെ അടുത്തത് നോക്കുക. ഇവിടെ ഇപ്പോൾ ബ്ലൂ ആണ് ഈ ലെയറിൽ വരുന്നത്,
ബ്ലൂ ബ്ലൂ ഓറഞ്ച് കോമ്പിനേഷൻ, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി ആ ഭാഗം കൂടെ സോൾവ് ചെയ്യാനുള്ളൂ. ഇത് ലെഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ചെയ്ത അൽഗോരിതം തന്നെ യു പ്രൈം എൽ യു എൽ പ്രൈം യു എഫ് യു പ്രൈം എഫ് പ്രൈം അതുപോലെ തന്നെ സോൾവ് ചെയ്യും നമ്മൾ. പക്ഷേ ഈ റൈറ്റിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ അൽഗോരിതം ആട്ടോ ചെയ്യേണ്ടത്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടാമത് ചെയ്ത അൽഗോരിതവും, റൈറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അൽഗോരിതമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ സോൾവ് ചെയ്തപ്പോൾ കൂടുതലും ലെഫ്റ്റാണ് വന്നത്, അൽഗോരിതമാണ് റൈറ്റ് വന്നുള്ളൂ. എപ്പോഴും അങ്ങനെ വരണമെന്നില്ല. ഇനി അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ ലെയറും സോൾവ് ആയി കിട്ടി. ഇപ്പോൾ ഇതാണ്ട് വൈറ്റും സോൾവ് ആയി, ബാക്കി 2 ലെയറും സോൾവ് ആയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ യെല്ലോ കളർ ഫുള്ളായിട്ട് സോൾവ് ചെയ്യണം. ഈ യെല്ലോ ലെയർ ഫുള്ളും സോൾവ് ചെയ്യണം. അതിനായി ഒരു അൽഗോരിതം ഞാൻ പറയും. അതിനു മുമ്പ് ഈ ഓരോരോ ഭാഗത്തുള്ള ഓരോരോ സെൻറ്ററുകളില്ലേ, ഈ സെൻറ്ററിനെ ഫേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സെൻറ്ററിനെ ഫേസ് ചെയ്യുക. സെൻറ്ററുകളിൽ ഈ യെല്ലോ വരുന്ന ഭാഗങ്ങളെ ഫേസ് ചെയ്യുക. എന്നിട്ട് എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം എഫ് പ്രൈം ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പല്ല ആവശ്യമുള്ളത്, ശരിക്കും നമ്മൾക്കൊരു പ്ലസ് സൈനാണ് ആവശ്യമുള്ളത്. പ്ലസ് സൈൻ കിട്ടുന്നവരെ നമ്മൾ ഇതുപോലെ ചെയ്യണം. ഇതുപോലെ വരുന്ന ഇതാണ്ട് ഇങ്ങനെ ഈ കട്ട കൂട്ടണ്ട, ഈ ഷേപ്പിൽ വരുവാണെങ്കിൽ ഒരു എൽ ഷേപ്പ്, ചെറിയൊരു എൽ ഷേപ്പിൻ്റെ രൂപത്തിൽ വരുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ വെക്കണം. ഇതുപോലെ ഇങ്ങനെ എൽ ഷേപ്പ് വരുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ഇതേ അൽഗോരിതം തന്നെ ഒന്നുകൂടെ ചെയ്യുക. എഫ് യു ആർ യു പ്രൈം ആർ പ്രൈം എഫ് പ്രൈം. അപ്പോൾ നമ്മൾക്ക് ഇതാണ്ട് പ്ലസ് സൈൻ കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ലെയറിനെ സോൾവ് ചെയ്യാനാണ്. ഈ ലെയറിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു ഫിഷ് ഷേപ്പാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. എപ്പോഴും നമ്മൾക്ക് ഇതുപോലെ എപ്പോഴും ഈ ആദ്യം തന്നെ ഫിഷ് ഷേപ്പ് കിട്ടണമെന്നില്ല, നമ്മൾക്കൊരു പ്ലസ് സൈൻ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മളത് ഫിഷ് ഷേപ്പ് ആക്കാനായിട്ട് ഒരു അൽഗോരിതം ചെയ്യുന്നുണ്ട്. ഈ ഫിഷ് ഷേപ്പ് പക്ഷേ ശരിയല്ല നമ്മൾക്ക് കിട്ടിയേക്കണത്. നമ്മൾക്ക് ശരിക്കും കിട്ടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫിഷ് ഷേപ്പിൻ്റെ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മൾക്കിത് ശരിക്കും കണ്ട ഒരു ഫിഷിൻ്റെ ഒരു രൂപത്തിൽ ഫീൽ ചെയ്യും. നമ്മൾക്ക് ഫിഷ് ഷേപ്പ് കിട്ടുന്ന നേരം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ പിടിക്കേണ്ടത്. കറക്റ്റ് ഈ രീതിയിൽ ഫിഷ് ഷേപ്പ് വരുന്നത്. എന്നിട്ട് ഈ ഫേസ് ചെയ്യുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ട് യെല്ലോ കളർ വരുന്ന രീതിയിലാണ് നമ്മൾക്ക് ശരിക്കും ഇത് വേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ യെല്ലോ കളർ ഇല്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് യെല്ലോ കളർ ആക്കാനായിട്ട് ഒരു അൽഗോരിതം ചെയ്യണം. കൂടുതലും നമ്മൾ ഇതാണ്ട് ഇതുപോലെ തന്നെ ഫേസ് ചെയ്യണം. ഈ ഫിഷ് ഷേപ്പ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ഫിഷ് ഷേപ്പിൻ്റെ നേരെ ഇതുപോലെ തന്നെ ഫേസ് ചെയ്തുകൊണ്ട് വേണം ഈ അൽഗോരിതം ചെയ്യാൻ. ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. ഇപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു ഫിഷ് ഷേപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ്ട് ഈ ഭാഗത്തിൻ്റെ നേരെ ഇവിടെയായിട്ട് ഒരു യെല്ലോ ഷേപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ അൽഗോരിതം ഒന്നും കൂടെ ചെയ്യുക. ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. ഇപ്പോൾ നമ്മൾക്ക് യെല്ലോ കളർ സോൾവ് ആയി കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോരോ ഭാഗത്തായിട്ടും സെൻറ്റർ ഒഴികെയുള്ള എല്ലാ ഭാഗവും സോൾവ് ചെയ്യണം. അതിനുള്ള സ്റ്റെപ്പാണ് ഇനി ഞാൻ ചെയ്യാൻ പോണേ. അതെ, ഇവിടെ
ഇതാണ്ട് ഈ രണ്ടെണ്ണം ഇങ്ങനെ ഇതുപോലെ രണ്ടെണ്ണം വരുന്നതിനെ ഹെഡ്ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ ഹെഡ്ലൈറ്റ്സിൻ്റെ നടുക്ക് ഇതാണ്ട് ഈ നടുക്കായിട്ട് മാത്രമേ വേറെ കളറുള്ളൂ. ഇങ്ങനെ വന്നാലോ അല്ലെങ്കിൽ ഇത് ഫുൾ ഓറഞ്ച് സോൾവായിട്ട് നമുക്ക് കിട്ടണം എങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ വെക്കണം. പക്ഷെ ചില കേസുകളിൽ എന്താണെന്ന് വെച്ചാൽ ദാണ്ടെ ഇപ്പോൾ ഈ കേസ് കണ്ടോ, ഇവിടെ ഹെഡ്ലൈറ്റ്സ് ഇല്ല, പകരം ദാണ്ടെ ഇതുപോലെ ഈ രണ്ട് ഭാഗം സോൾഡാണ്, ഈ ഭാഗം മാത്രം സോൾവ് ആവാത്തത്. അങ്ങനെ രണ്ടെണ്ണം അടുപ്പിച്ച് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ അൽഗോരിതം ചെയ്യാൻ. ഏറ്റവും കൂടുതൽ സോൾവ് ആയ പാർട്ട് ഏതാണോ അതെന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ്സ് ഉള്ളപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ്സ് അല്ലെങ്കിൽ ഫുള്ളായിട്ട് സോൾവ് ചെയ്ത ടൈമിൽ ഫുള്ളായിട്ട് സോൾവ് ആയ ടൈമിൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റോ അങ്ങനെ ആവാതെ ദാണ്ടെ ഇതുപോലെ ഈ കേസ് ഇങ്ങനെ വല്ലതും വരുന്ന കേസിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഇല്ലാണ്ട് ഇതുപോലെ മാത്രം വരുന്ന കേസിൽ ഇതിൻ്റെ ഓപ്പോസിറ്റും എടുത്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹെഡ്ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഹെഡ്ലൈറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് വെക്കുക. ഹെഡ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഓറഞ്ചാണ് ഹെഡ്ലൈറ്റ്സിൽ വന്നിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റെഡാണ്. പിന്നെ ഈ അൽഗോരിതം ചെയ്യുക. ആർ പ്രൈം എഫ് ആർ പ്രൈം. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളോട് പറയാൻ മറന്നുപോയി, സോറി. ഇതിന് അതെ ഈ ഒരു സ്റ്റെപ്പിന് ബി എന്നാട്ടോ പറയുന്നത്. ഈ അൽഗോരിതത്തിൽ B2 R F prime R prime B2 R2. ഇപ്പോൾ നമ്മൾക്ക് ഇതും സോൾവ് ആയി കിട്ടി. ഇതാണ് ലാസ്റ്റായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് ചെയ്യുന്ന നേരം ചിലപ്പോഴൊക്കെ നമ്മൾക്ക് എല്ലാ ഭാഗവും ഈ ഒരു ഹെഡ്ലൈറ്റ്സും കൊണ്ടായിരിക്കും ഇരിക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് മാത്രം ഫുൾ സോൾഡാണ്. ചില കേസിൽ അങ്ങനെ കിട്ടില്ല. ചില കേസിൽ എല്ലാ ഭാഗത്തും ഹെഡ്ലൈറ്റ്സ് വരും. ഇവിടെ ഹെഡ്ലൈറ്റ്സ് ഉണ്ട്, ഇവിടെ ഹെഡ്ലൈറ്റ്സ് ഉണ്ടാവും, ഇവിടെ ഹെഡ്ലൈറ്റ്സ് ഉണ്ടാവും, ഇവിടെ ഹെഡ്ലൈറ്റ്സ് ഉണ്ടാവും. അങ്ങനെ 4 ഭാഗത്തും ഹെഡ്ലൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് വെച്ച് ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന അൽഗോരിതം ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫുള്ളി സോൾവ് ആയ ഒരു ഭാഗമുണ്ട്. ആ ഫുള്ളി സോൾവ് ആയ ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ആ ഫുള്ളി സോൾവ് ആയ ഭാഗം എന്ന് പറയുമ്പോൾ ഓറഞ്ചാണ്. ഓറഞ്ചിന് നേരെ ഓപ്പോസിറ്റ് റെഡിലെടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ പറയുന്ന അൽഗോരിതം ചെയ്യും. R2 U R U R prime U prime R prime U prime R prime U R prime. ഇപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു കേസ് കിട്ടിയിരിക്കുകയാണ്. ഈ കേസിലുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യം ഇവിടുത്തെ ഗ്രീൻ്റെ ഭാഗത്തായിട്ട് ഈ ഗ്രീൻ്റെ ഭാഗത്തായിട്ട് ബ്ലൂ ഈ സൈഡിലായിരുന്നു ഉണ്ടായിരുന്ന കളറിനായിരുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളർ. ഇവിടെ ഗ്രീൻ ആയതുകൊണ്ട് ബ്ലൂ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന കളറിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ നടുക്കായിട്ടാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളർ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഗ്രീനിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ നടുക്കായിട്ട് ബ്ലൂ അല്ലേ. ബ്ലൂ എന്ന് പറയുമ്പോൾ ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കളറാണ്. അതും നമ്മൾ ഫേസ് ചെയ്തേക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടായിരുന്നു വരുന്നത് ഈ ഓപ്പോസിറ്റ് കളറും ഹെഡ്ലൈറ്റ്സുമായിട്ട് വന്നേക്കുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് വെച്ച് ചെയ്തപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഈ ബ്ലൂ കളറിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ നടുക്കായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഗ്രീൻ കളർ വന്നു. ഇങ്ങനെ വരുന്ന നേരം നമ്മൾ അതേ പൊസിഷനിൽ തന്നെ വെച്ച് ആ അൽഗോരിതം ഒന്നും കൂടെ ചെയ്യും.
അപ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ആയി കിട്ടും. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്ടേ ഇവിടം ഉള്ള ഈ റൈറ്റ് സൈഡിൽ ഉള്ള കളറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹെഡ്ലൈറ്റ്സിൻ്റെ നടുക്കായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഈ അൽഗോരിതം 2 തവണ ചെയ്യേണ്ടി വരും. ആ സ്ഥലത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന കളറിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ നടുക്കാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളർ വരുന്നതെങ്കിൽ നമ്മൾക്ക് ഈ ഒരൊറ്റ അൽഗോരിതം ഒരൊറ്റ തവണ ചെയ്താൽ മതി. പക്ഷേ നമ്മൾക്ക് എല്ലായ്പ്പോഴും ഇതുപോലെ ഫുള്ളി സോൾവ് ആയ ഒരു കേസ് എപ്പോഴും ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ വരണമെന്നില്ല. എല്ലാ ഭാഗവും ഹെഡ്ലൈറ്റ്സ് ആയിട്ട് മാത്രം വരുന്ന കേസുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗത്തുനിന്ന് ഈ അൽഗോരിതം വെച്ച് തുടങ്ങാം. ഫുള്ളി സോൾവ് ആയ അതിൻ്റെ ഓപ്പോസിറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും ചെയ്ത് ക്യൂബ് സോൾവ് ചെയ്യാൻ കഴിയും. 2 തവണ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യൂബ് നമുക്ക് സോൾവ് ആയി കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഇതിലും ഈ വരും ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ ക്യൂബ് സോൾവ് ചെയ്യാനുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയ മെത്തേഡ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ബിഗിനേഴ്സ് മെത്തേഡാണ് പഠിപ്പിച്ചത്. ഇനി C4 പ്രൂക്സ് എന്നീ മെത്തേഡ്സൊക്കെ ഉണ്ട്. അതിനകത്ത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് C4 എന്ന മെത്തേഡാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ C4 എന്ന മെത്തേഡ് വെച്ച് എങ്ങനെ ക്യൂബ് സോൾവ് ചെയ്യാം എന്ന് പഠിപ്പിക്കും. പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച ഈ ബിഗിനേഴ്സ് മെത്തേഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം. ഞാൻ ഇന്ന് ചെയ്ത മെത്തേഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു.